നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ചിഞ്ചു തോമസിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ UK മലയാളികൾ കൈകോർത്തു. യുക്മയ്ക്കൊപ്പം അപ്രതീക്ഷിതമായിരുന്നു UK മലയാളികൾക്ക് 4 കുരുന്നുകളുടെ അമ്മയായ ചിഞ്ചു തോമസിൻ്റെ വേർപാട്. 34 വയസ്സ് മാത്രം പ്രായം. പ്രസവശേഷം വീട്ടിലെത്തി തൊട്ടടുത്ത ദിവസമാണ് ചിഞ്ചുവിന് ശാരീരിക അസ്വസ്ഥതയുണ്ടായതും മരണം സംഭവിച്ചതും. 8 വയസ്സുള്ള അമീലിയ എമിൽ, 6 വയസ്സുള്ള അന്റോണിയോ എമിൽ, 2 വയസ്സുള്ള എബ്രിയേൽ എന്നീ 3 മക്കൾക്കൊപ്പം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള അന്ന റോസും ഇനി അമ്മയില്ലാതെ വളരണം. ഈ കുടുംബത്തിൻ്റെ തീരാവേദന UK മലയാളികളെയും വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. കുടുംബത്തെ സ്നേഹത്തോടെ പിന്തുണയ്ക്കുന്നതിനൊപ്പം UKയിലെ ഏറ്റവും വലിയ സംഘടനയായ യുക്മയുടെ നേതൃത്വത്തിൽ കുടുംബത്തെ സഹായിക്കാൻ ഫണ്ട് ശേഖരണവും ആരംഭിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 30,000-ലേറെ പൗണ്ട് സമാഹരിക്കാൻ യുക്മയ്ക്കായി. യുക്മ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കൾച്ചറൽ അസോസിയേഷൻ ഓഫ് മലയാളീസ് ബോസ്റ്റൻ്റെ സഹകരണത്തോടെയാണ് ഫണ്ട് ശേഖരണം തുടങ്ങിയത്. 4 വർഷം മുമ്പ് UKയിലെത്തിയ ചിഞ്ചു ബോസ്റ്റണിലെ പിൽഗ്രീം ഹോസ്പിറ്റലിൽ തിയേറ്റർ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ലിങ്കൺഷെയറിലെ ബോസ്റ്റണിലായിരുന്നു കുടുംബം താമസിച്ചത്. കുഞ്ഞു പിറന്ന സന്തോഷത്തിന് തൊട്ട് പിന്നാലെ തീരാ വേദനയായി ചിഞ്ചുവിൻ്റെ വിയോഗം. ഒറ്റയ്ക്കായി പോയ എമിലിനും 4 മക്കൾക്കുമായി UK മലയാളികൾ കൈകോർക്കുകയാണ്. നിങ്ങൾക്കും ഈ കുടുംബത്തെ സഹായിക്കാം. ലോകകപ്പ് അർജന്റീനയ്ക്കായി ഫിഫ മാറ്റിവെച്ചതാണെന്ന വിമർശനങ്ങൾക്കിടെ ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ മത്സരം നിയന്ത്രിക്കാൻ നിയോഗിക്കുന്നത് ലയണൽ മെസ്സിയുടെ പ്രിയങ്കരനായ റഫറിയെ. ചിരവൈരികളായ ഇംഗ്ലണ്ട് അർജന്റീനയും തമ്മിൽ ഫൈനൽ ബർത്തിനായി പോരാടുമ്പോൾ ഈ റഫറിയെ ഇറക്കുന്നത് കാര്യങ്ങൾ അർജന്റീനയ്ക്ക് അനുകൂലമായി മാറ്റുമെന്നാണ് ആശങ്ക ഉയരുന്നത്. വിവാദങ്ങളിൽ മുങ്ങിയാണ് അർജന്റീന സെമി ഫൈനൽ വരെ എത്തി നിൽക്കുന്നത്. ഈജിപ്തിനും സ്വിറ്റ്സർലാൻഡിനും എതിരെ വിവാദപരമായ രീതിയിലാണ് ടീം വിജയിച്ചത്. ഇതോടെയാണ് മെസ്സിക്കും സംഘത്തിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. ടൂർണമെൻറ്റിൽ ഫിഫ മെസ്സിയെയും അർജന്റീനയെയും വിജയിക്കാൻ സഹായിക്കുന്നുവെന്നാണ് ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ ഫിഫ തള്ളുകയാണ്. ഇതിനിടെയാണ് ഇംഗ്ലണ്ടിന് എതിരായ മത്സരത്തിൽ ഇസ്മായിൽ എൽത്താഫാകും റഫറി എന്ന ഫിഫ സ്ഥിരീകരിക്കുന്നത്. 1966 ശേഷം തങ്ങളുടെ ആദ്യത്തെ ലോകകപ്പ് ഫൈനൽ പ്രതീക്ഷിച്ചാണ് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ഇറങ്ങുക. 2022 ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത് അർജന്റീന കപ്പടിക്കുമ്പോൾ 4th ഒഫീഷ്യലായിരുന്നു എൽഫാത്ത്. പിന്നീട് മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയപ്പോൾ ഈ റഫറിയുമായി സൗഹൃദം വർദ്ധിച്ചു. ലീഗിലെ ഫൈനൽ പോരാട്ടത്തിൽ മെസ്സിയുടെ ടീം കപ്പടിക്കുമ്പോൾ റഫറി എൽഫാത്തായിരുന്നു. ലോകകപ്പ് ഫൈനലിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന് മുന്നിൽ മെസ്സിയും സംഘവും മാത്രമല്ല, അവർക്കൊപ്പം നിൽക്കുന്ന റഫറിയും ഫിഫയും ഉണ്ടെന്നാണ് ഇംഗ്ലണ്ട് ആരാധകർ ഭയക്കുന്നത്. ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടിട്ടില്ലേ? വേഗത്തിലോടുന്ന മുയലിനെ ആമ തോൽപ്പിച്ച കഥ. ഏതാണ്ട് അതുപോലെയാണ് 2026 ഫിഫ ലോകകപ്പിലെ അവസ്ഥ. ഈ കളിയും വെച്ച് എങ്ങനെ ജയിക്കാനാണെന്ന് ചോദിച്ചവരെ കൊണ്ട് തിരിച്ച് ചിന്തിപ്പിക്കുകയാണ് ഇപ്പോൾ സ്പെയിൻ. കാരണം അവർ എത്തി നിൽക്കുന്നത് ലോകകപ്പ് ഫൈനലിലാണ്. കളിച്ച മത്സരങ്ങളിലെല്ലാം എതിരാളികളെ നിഷ്പ്രഭമാക്കിയാണ് ഫ്രാൻസ് സെമി വരെ എത്തിയത്. ചെറുതും വലുതുമായ എതിരാളികളുടെ ഹൃദയം തകർക്കുന്നതിൽ അവർ യാതൊരു കരുണയും കാണിച്ചില്ല. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ മുന്നിൽ വന്ന എതിരാളികളെല്ലാം തോറ്റുമടങ്ങി. പക്ഷേ സെമി ഫൈനലിൽ കഥ തിരിച്ചായിരുന്നു. ആമയെപ്പോലെ ഇഴഞ്ഞു വന്ന സ്പെയിൻ മുയലിനെപ്പോലെ കുതിച്ചെത്തിയ ഫ്രാൻസിനെ 2-0 തകർത്തെറിഞ്ഞു. 3ാം ലോക കിരീടം തങ്ങൾക്ക് ഉറപ്പിച്ചെത്തിയ എംബാപ്പയെയും സംഘത്തെയുമാണ് ഒരു ഗോൾ പോലും മറുപടിയില്ലാതെ മടക്കിയത്. ഡിഡിയർ ഡിഷാംബിൻ്റെ ചുണക്കുട്ടികൾക്ക് ലോകകപ്പ് ഉറപ്പെന്ന ധാരണയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ തിരുത്തിയത്. മിഗേൽ ഒയാർസബലാണ് ആദ്യ പകുതിയിൽ കിട്ടിയ പെനാൽറ്റിയിലൂടെ സ്പെയിനെ മുന്നിലെത്തിച്ചത്. 2ാം പകുതിയിൽ പെട്രോ പോറോ ലീഡ് ഉയർത്തി. വിറച്ചുപോയ ഫ്രാൻസിന് തിളക്കമേറിയ താരങ്ങളുണ്ടായിട്ടും ഗോൾ മടക്കാൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലേക്ക് തൊടുക്കുവാൻ ഫ്രാൻസിൻ്റെ താരങ്ങൾക്ക് സാധിച്ചില്ല. പകരക്കാരെ മാറ്റിയിറക്കി ഫ്രഞ്ച് കോച്ച് അക്രമം കടുപ്പിച്ചെങ്കിലും പ്രതിരോധത്തിലൂന്നിയ സ്പെയിനിൻ്റെ കോട്ട തകർന്നില്ല. ഒടുവിൽ ഫൈനലിൽ എത്തിക്കൊണ്ട് 16 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്പെയിൻ. ഇന്ത്യയും ബ്രിട്ടനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% ഇനങ്ങൾക്കുള്ള തീരുവ ബ്രിട്ടൻ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുമ്പോൾ
പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യയും കുറയ്ക്കും. കർഷകർക്ക് ദോഷകരമാകാതിരിക്കാൻ ക്ഷീരമേഖല, പച്ചക്കറി, ആപ്പിൾ, ഭക്ഷ്യ എണ്ണ, അരി എന്നിവയ്ക്കുള്ള തീരുവ ഇന്ത്യ കുറച്ചില്ല. 10 വർഷത്തിനുള്ളിൽ 85% തീരുവ രഹിതമാകും. 20% വരെയായിരുന്ന സമുദ്രോൽപ്പന്ന തീരുവ പൂജ്യമാകുന്നതും സുഗന്ധവ്യഞ്ജനങ്ങളുടെ തീരുവ ഒഴിവാക്കുന്നതും കേരളത്തിന് നേട്ടമാകും. ജാഗ്വാർ, ലാൻഡ് റോവർ, ആസ്റ്റൺ മാർട്ടിൻ, റോൾസ് റോയ്സ് തുടങ്ങിയവയുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്ന തരത്തിൽ ബ്രിട്ടനിൽ നിന്നുള്ള ആഡംബര വാഹന ഇറക്കുമതി തീരുവ 110% വരെയായിരുന്നത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 10%-ആയി ഇന്ത്യ കുറയ്ക്കും. ബ്രിട്ടനിൽ നിന്നുള്ള സ്കോച്ച് വിസ്കിക്കും ജിന്നിനും അടുത്ത 10 വർഷത്തിനുള്ളിൽ 150%-ൽ നിന്നും 40%-ആയി തീരുവ കുറയും. ബ്രാൻഡി, റം, വോഡ്ക തുടങ്ങിയവയുടെ തീരുവ 150%-ആയിരുന്നത് 70%-ആയി കുറയും. ഇന്ത്യൻ കമ്പനിയിലെ ജീവനക്കാരെ അതേ കമ്പനിയുടെ ബ്രിട്ടീഷ് ശാഖയിലേക്ക് മാറ്റുമ്പോൾ 3 വർഷത്തെ വിസ ലഭിക്കും. ജീവനക്കാർക്ക് പുറമെ ജീവിത പങ്കാളിക്കും തൊഴിൽ വിസ ലഭിക്കും. ബ്രിട്ടനിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായി പോകുന്ന ഇന്ത്യക്കാർക്ക് ബാധകമായ സാമൂഹിക സുരക്ഷാ നികുതിയുടെ കാലയളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഷെഫുമാർ, യോഗ അധ്യാപകർ, ശാസ്ത്രീയ സംഗീതജ്ഞർ എന്നിവർക്ക് ബ്രിട്ടനിലേക്ക് പോകാൻ താൽക്കാലിക അവസരം ലഭിക്കും. 110 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് ആഞ്ഞടിച്ചു. പെട്ടെന്ന് ഇരുട്ടായി. ഭീമമായ മേഘം പ്രത്യക്ഷപ്പെട്ടു. ഫ്രഞ്ച് തീരത്തെ പേടിപ്പിച്ച് കാലാവസ്ഥയിൽ മാറ്റം. ഫ്രഞ്ച് തീരപ്രദേശത്ത് പെട്ടെന്നാണ് ഇരുട്ടുണ്ടായത്. ഭീമൻ മേഘം വന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ ഇരുട്ടായി. 6 മിനിറ്റിൽ താപനിലയിൽ 11 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടിവുണ്ടായി. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിലടിച്ച കാറ്റിൽ ജനങ്ങൾ ഭയന്നോടി. ഫ്രാൻസിലെ ബാസ്ക് തീരത്താണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് സംഭവം. മേഘക്കൂട്ടത്തെ കണ്ട് ചുഴലിക്കാറ്റ് പോലെയാണെന്ന് വിനോദസഞ്ചാരികൾക്ക് തോന്നിയത്. ഇരുട്ടും തണുപ്പും മൂടൽ മഞ്ഞും ഒക്കെയായി പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായി. ഗാലോൺ എന്ന് വിളിക്കുന്ന ശക്തമായ കാറ്റാണ് കാരണം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.